ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ KSRTCയിൽ വയനാട്ടിലേക്ക് പോയതാണ് കാണിക്കണം കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്കെങ്കിലും സംശയം ഉണ്ടാവും, KSRTC പോകുമ്പോൾ എങ്ങനെയാണ്, സീറ്റ് ഉണ്ടാവുമോ, അതിൻ്റെ പൈസ എങ്ങനെയാണ്, തിരക്കുണ്ടാവുമോ. നമ്മൾക്കും ഇതേപോലത്തെ കുറേ സംശയങ്ങളുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ പറയുക, കുട്ടികൾ അടങ്ങിയിരിക്കുകയോ അത്ര ടൈം ഓര് ഇരിക്കുകയോ സീനാവോ എന്നൊക്കെ ഉള്ള ഒരു പേടി ഞമ്മക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മളും പോയത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മളെ വീഡിയോ കാണാം. രാവിലെ 6:30 ആകുമ്പോഴേക്ക് തന്നെ നമ്മളൊക്കെ മാറ്റി റെഡിയാണ് കേട്ടോ. ഇസുവിനൊക്കെ നേരത്തെ വിളിച്ച് എണീപ്പിച്ച് റെഡിയാക്കിയാണ്. അങ്ങനെ നമ്മൾ ഓട്ടോ കയറി കണ്ട് KSRTC സ്റ്റാൻഡിലെത്തി. നമ്മളവിടെ എത്തിയപ്പോഴേക്കും നമ്മളെ ബാക്കിയുള്ള ടീംസുകളൊക്കെ അവിടെ എത്തിയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് കയറി ബസ്സൊക്കെ നോക്കാൻ തുടങ്ങി. അവിടെ 2-3 ബസ് ഉണ്ട് കേട്ടോ. സ്റ്റാൻഡ് അതിനെക്കൊണ്ട് 2-3 ബസ്സുകളുണ്ട്. അതിനെക്കൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ ആദ്യം കയറിയ ബസ്സിൽ ഫുള്ളും തിരക്കാണ്. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി വേറെ ബസ്സിൽ കയറി. പിന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടിയതിനെ കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോയി. പിന്നെ പോണ ടൈമിൽ അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളുണ്ട് കേട്ടോ. 7:30ക്കാണ് നമ്മൾ ബസ് കയറിയത് കേട്ടോ. 11:30 ആയിക്കണം നമ്മൾ അവിടെ എത്തുമ്പോൾ. കുറച്ച് ഡിലേ ആയി നമ്മൾ. എന്നാലും സീറ്റൊക്കെ ഉള്ളതിനെ കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് നമ്മൾ അവിടെ എത്തി. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി. വൈത്തിരിയിലെ റിസോർട്ടാണ് കേട്ടോ. നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇപ്രാവശ്യം റിസോർട്ട് എടുത്തത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ഈ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്വിമ്മിങ് പൂളും ഊഞ്ഞാലയും ഇതൊക്കെ ഉള്ളതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ എല്ലാവർക്കും സ്വിമ്മിങ് പൂളാണ് വേണ്ടിയത്. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ റൂമും കാര്യങ്ങളും പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വൃത്തിയും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നുവെച്ചാൽ അതുപോലെ ഇതേപോലത്തെ 3 റൂമാണ് നമ്മളെടുത്തത്. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും പൂളിലേക്ക് ഇറങ്ങി. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിനേക്കാളും നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ഒരു തണുപ്പ് എത്തിയില്ല എന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത്. അങ്ങനെ ഇസുവിനാണെങ്കിൽ വെള്ളത്തിൽ കളിക്കും വേണം. തണുത്ത് വിറച്ച് ഇരിക്കുന്നുണ്ട്. എന്നാലും മതിയെന്ന് കളിക്കണ്ട പറഞ്ഞാലും കേൾക്കാണ്ട് പിന്നെ തണുത്ത് വിറച്ച് അതിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പൂളിലെ കളിയൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും പിന്നെ അവിടെയുള്ള കളിക്കുന്ന സാധനത്തിന്മേലേക്കൊക്കെ വന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് നമ്മൾ പോയി വാങ്ങിയതാണ് കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഈവനിങ് ടീ, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. പാട്ടും ഡാൻസും ഒന്നും ഇല്ലാണ്ട് നമുക്കൊരു പരിപാടി ഇല്ലല്ലോ. എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ഒത്തുകൂടി കളിയും ചിരിയും ഒക്കെ ആയാൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. ഇടയ്ക്കൊക്കെ എല്ലാവരും ഇതേപോലെ ഒരു ട്രിപ്പൊക്കെ പോകണം. അത്ര വലിയ ബഡ്ജറ്റൊന്നും വേണ്ട, ചെറിയൊരു ബഡ്ജറ്റിലാണെങ്കിലും കുഴപ്പമില്ല. എല്ലാവരും ഒന്ന് ഒത്തുകൂടുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം, ഒരു റിലാക്സേഷനൊക്കെ ആണ്. പിറ്റേന്ന് രാവിലെ നേരത്തെ ഇറങ്ങി എണീച്ച് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി. നമ്മളെ നാട്ടിലേക്കാളും നല്ല തണുപ്പുണ്ട് കേട്ടോ. രാവിലെയൊക്കെ നല്ല തണുപ്പാണ്. പിന്നെ അടുത്തുള്ള സ്ഥലത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി വേഗം തിരിച്ച് വന്നുകൊണ്ട് രാവിലത്തെ ചായയൊക്കെ കുടിച്ച് 12 മണിക്കാണ് നമുക്ക് ചെക്കൗട്ട്. അതുവരെ പിന്നെ എല്ലാവരും പൂളിയിൽ ഇറങ്ങി ഊഞ്ഞാലാടിയിട്ടൊക്കെ സമയം പോക്കി. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ പോവാൻ റെഡിയായി. പോകുമ്പോൾ സ്റ്റാൻഡിൽ നിന്ന് അല്ല കേട്ടോ നമ്മൾ ബസ് കയറണ ഒരു സ്റ്റോപ്പിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ എന്താക്കിയെന്ന് അറിയാം, KSRTCന്ന് ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോയത്. അതെന്തായാലും നന്നായെന്ന് തോന്നി. നല്ല തിരക്കേനു ബസ്സിൽ കേട്ടോ. ബസ് കയറുമ്പോൾ തന്നെ 2 മണി ആവാനായി കേട്ടോ. പക്ഷെ ആരും അങ്ങനെ ഹെവി ആയിട്ട് ഫുഡൊന്നും കഴിച്ചില്ല. ഈ ഛർദ്ദിച്ചാലോ വിചാരിച്ചിട്ട് എല്ലാവരും ഒരു ജ്യൂസൊക്കെ കുടിച്ചങ്ങാണ്ട് ബസ്സിൽ കയറിയതാണ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ കോഴിക്കോടിലെ ഫുഡ് എത്ര അടിപൊളിയാണെന്ന് നമുക്കൊരു ദിവസം കൊണ്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ പോണ ആൾക്കാർ എന്തായാലും എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ച് വരുമ്പോൾ ബസ് എന്തായാലും ബുക്ക് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ കേട്ടോ. അത് എൻ്റെ KSRTC ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പിൽ ബുക്ക് ചെയ്യലാണ് കേട്ടോ സീറ്റെല്ലാം. നമ്മളൊക്കെ അങ്ങനെ സീറ്റ് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റ് കിട്ടി. അല്ലെങ്കിൽ നമ്മൾ അവിടെ മുതൽ ഇവിടെ വരെ നിൽക്കേണ്ടി വന്നേ കുട്ടികളെയൊക്കെ പിടിച്ചങ്ങാണ്ട്. അപ്പോൾ അങ്ങനെ പോണവരുണ്ടെങ്കിൽ എല്ലാവരും ബുക്ക് ചെയ്യട്ടോ. വരുമ്പോൾ എന്തായാലും ബുക്ക് ചെയ്തിട്ട് പോന്നാൽ മതി. നമ്മൾ വരുമ്പോൾ നല്ല സ്പീഡിലാട്ടോ പോകുന്നത്. നമ്മൾ അത്ര പെട്ടെന്ന് എത്തിയാണ്. പോകുമ്പോൾ നല്ല ഡിലേ ആണെങ്കിലും വരുമ്പോൾ നമ്മൾ വേഗം എത്തിയാണ്. അപ്പം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലേനു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എത്തിയാണ്. അപ്പോൾ പെട്ടെന്ന് നാട്ടിലെത്തിയതിനെ കൊണ്ട് തന്നെ നമുക്കും നല്ല സന്തോഷമായി. കാരണം എല്ലാവർക്കും ഫുഡ് കഴിക്കാൻ വിശക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബസ്സിൻ്റെ ടിക്കറ്റിൻ്റെ പൈസ എന്ന് പറയുകയാണെങ്കിൽ ഒരാൾക്ക് 90 റുപ്യ. നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ 90 റുപ്യ അങ്ങനെയൊക്കെ ആവണുള്ളൂ. പിന്നെ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ പകുതി പൈസ വേണം. അങ്ങനെ നമ്മൾ നാട്ടിലെത്തി കഴിഞ്ഞ് നേരെ ടോപ്പ് ഫോമിൽ കയറി നല്ല ബീഫ് ബിരിയാണി തന്നെ കഴിച്ച്. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അതിനെക്കൊണ്ടാണോ അറിയില്ല, ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും നല്ലോണം ഫുഡൊക്കെ കഴിച്ചിട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഒരു സമാധാനമായത്. അപ്പോൾ നമ്മളെ KSRTC ട്രിപ്പ് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ.
വലിയ ചിലവൊന്നും ഇല്ലാണ്ട് നിങ്ങൾക്കും ഒരു 1 ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കണം. എന്തായാലും KSRTC പോവുകയാണെങ്കിൽ പോകുമ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് എന്തായാലും കയറുമ്പോൾ സീറ്റൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ തിരിച്ച് വരുമ്പോൾ സ്റ്റാൻഡിൽ നിന്ന് അല്ലെങ്കിലും നമ്മൾ എന്തായാലും ബുക്ക് ചെയ്യണം കേട്ടോ സീറ്റ്. അത് എൻ്റെ KSRTC ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്ന് കയറി ബുക്ക് ചെയ്യുക എന്തായാലും. അല്ലെങ്കിൽ പിന്നെ സീറ്റ് നമുക്ക് കിട്ടൂല. വരുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.